വിഴിഞ്ഞം ഗേറ്റ് വേ തുറക്കുന്നു. ഓഗസ്റ്റ് 18-ന് കരമാർഗം ചരക്ക് നീക്കം തുടങ്ങും. ദേശീയപാതയിലൂടെയുള്ള ചരക്ക് നീക്കത്തിന് ദേശീയപാത അതോറിറ്റിയുടെ അനുമതി. തീയതി സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്, വിഴിഞ്ഞം ഗേറ്റ് വേ തുറക്കാൻ പോകുന്നു. ഓഗസ്റ്റ് 18-ന് കരമാർഗം ചരക്ക് നീക്കം തുടങ്ങുമെന്ന് കേൾക്കുന്നു. കരമാർഗം ചരക്ക് നീക്കം തുടങ്ങുമ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായ പല വികസന പ്രവർത്തനങ്ങളും നടത്തേണ്ടതില്ലേ? അതിലേക്കൊക്കെ കടന്നോ? വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്ന അന്താരാഷ്ട്ര തുറമുഖം, അത് സംസ്ഥാനത്തിൻ്റെ തന്നെ വാണിജ്യപരമായും ഒപ്പം തന്നെ സാമ്പത്തികമായും ഏറെ നേട്ടം കൈവരിക്കാൻ കഴിയുന്ന ഒരു തുറമുഖമാണ്. അതുകൊണ്ട് തന്നെ ഏറെ നേട്ടം അവിടെ പ്രതീക്ഷിക്കുന്നുമുണ്ട് സംസ്ഥാനം. ആ ഒരു സാഹചര്യത്തിലാണ് വിഴിഞ്ഞത്തൂടിയുള്ള ട്രാൻസ്മിഷൻ കണ്ടെയ്നറുകളുടെ നീക്കം ആരംഭിച്ചത്. ഒപ്പം തന്നെ ആ നീക്കത്തിന് ബലം പകരുന്ന തരത്തിലാണിപ്പോൾ ഈ 18-ാം തീയതി മുതൽ കരമാർഗമുള്ള കണ്ടെയ്നറുകളുടെ നീക്കം കൂടി ആരംഭിക്കുന്നത് എന്നതാണ്. തുറമുഖ റോഡിൽ നിന്നും കഴക്കൂട്ടം കാരോട് ബൈപ്പാസിലേക്കുള്ള റോഡാണ് തുറന്നു നൽകുന്നത്. ഇതിന് ഹൈവേ അതോറിറ്റിയുടെ അനുമതിയും ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ അടുത്ത മാസം തന്നെ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക ഉദ്ഘാടനം ഉണ്ടാകും. ആ ഔദ്യോഗിക ഉദ്ഘാടനം എന്നാണ് തീയതി എന്നത് സംബന്ധിച്ച് സർക്കാരായിരിക്കും തീരുമാനമെടുക്കുക. മുഖ്യമന്ത്രിയുടെ സമയം കൂടി ലഭ്യമാകുന്നതനുസരിച്ചുകൊണ്ട് ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. നിലവിൽ ഇവിടേക്കുള്ള 1.7 കിലോമീറ്റർ റോഡ്, തുറമുഖത്തു നിന്നും ഉള്ള 1.7 കിലോമീറ്റർ റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാണ് ഹൈവേ അതോറിറ്റിയെ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഹൈവേ അതോറിറ്റിയുടെ അനുമതി. അത് കഴിഞ്ഞ മാസം തന്നെയാണ് ഹൈവേ അതോറിറ്റിക്ക് ഇത് സംബന്ധിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചതായി അറിയിപ്പ് നൽകിയത് തുറമുഖ അതോറിറ്റി. തുടർന്നാണ് ഇപ്പോൾ ഹൈവേ അതോറിറ്റിയുടെ അനുമതിയും ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇനി ചരക്ക് ഗതാഗതം ആദ്യം ആരംഭിക്കുന്നത്, ഈ തുറമുഖത്തു നിന്നുള്ള ആദ്യ ചരക്ക് ഗതാഗതം ആരംഭിക്കുന്നത്, റോഡ് വഴിയുള്ള ചരക്ക് ഗതാഗതം ആരംഭിക്കുന്നത് അത് തലസ്ഥാന ദിശയിലേക്കാണ് ആദ്യം ആരംഭിക്കുന്നത്. പിന്നീടായിരിക്കും തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഭാഗത്തേക്കുള്ള ചരക്ക് നീക്കങ്ങളുടെ റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതനുസരിച്ച് അവയുടെയും നിർമ്മാണത്തിലേക്ക് പോകും. അതാണ് ഇപ്പോഴുള്ള തീരുമാനം. നിലവിൽ ഇത് റോഡിൻ്റെ ഒരു ഉദ്ഘാടനം അത് ചെയ്യത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അനുമതികളെല്ലാം ലഭിച്ചിരിക്കുന്നു. കസ്റ്റംസിൻ്റെ അടക്കം അനുമതി ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാകും. ഒരു കാര്യം ഉറപ്പാണ്, കരമാർഗമുള്ള ചരക്ക് നീക്കം കൂടി വരുന്നതോടുകൂടി തന്നെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഖ്യാതി, ഒപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കുമുള്ള ചരക്ക് നീക്കം കൂടി, ഈ ഹൈവേയിലൂടെയുള്ള ചരക്ക് നീക്കം കൂടി സാധ്യമാകുന്നത്, ഏറെ പ്രയോജനം ചെയ്യുന്നത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നിലയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ട് നടപ്പാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഷിപ്പിംഗ് വകുപ്പ് ഉൾപ്പെടെ അത് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പ് കൂടിയാണ്. അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് ഏറെ ഗുണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. കരമാർഗമുള്ള ചരക്ക് നീക്കത്തിൻ്റെ സാഹചര്യങ്ങൾ നേരത്തെ മുതൽ തന്നെ വിലയിരുത്തുകയും വളരെ വേഗത്തിൽ തന്നെ ആദ്യ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചതായി വിഴിഞ്ഞം തുറമുഖ വകുപ്പ് അറിയിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ഹൈവേ അതോറിറ്റി ഇതിന് അനുമതി നൽകിയിരിക്കുന്നത്. 18-ാം തീയതി ഇതുവഴിയുള്ള ചരക്ക് നീക്കം ആരംഭിക്കും. ഒപ്പം തന്നെ എന്നായിരിക്കണം ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം എന്നത് സംബന്ധിച്ച് സർക്കാരായിരിക്കും തീരുമാനമെടുക്കുക. ശരി, രജിത്താണ് വിവരങ്ങൾ നൽകിയത്. വിഴിഞ്ഞം ഗേറ്റ് വേ തുറക്കാൻ പോകുന്നു. ഓഗസ്റ്റ് 18-ന് കരമാർഗം ചരക്ക് നീക്കം ആരംഭിക്കും.